പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും പുതിയ വീട് നിർമ്മിക്കുന്നവരായിരിക്കും. അപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റൊക്കെ എടുത്ത് നിയമത്തിന് വിധേയമായിട്ടായിരിക്കും എല്ലാവരും വീട് നിർമ്മിക്കുന്നത്. എന്നാൽ സാമൂഹിക മര്യാദകൾ കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞത്. അതായത് വീട് കെട്ടുമ്പോൾ പാലിക്കേണ്ട നിയമ മര്യാദകൾ. ഒരു വീട് വരുമ്പോൾ അയൽപക്ക ബന്ധങ്ങൾക്ക് വിള്ളലേൽക്കരുത്. നിയമങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം ചില നല്ല മര്യാദകളും കാത്തു സൂക്ഷിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അതിരുകൾ വ്യക്തമാക്കുക. അതായത് നിങ്ങളുടെ പ്ലോട്ടിന്റെ അതിരുകൾ വ്യക്തമാക്കുക. നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് വസ്തുവിന്റെ അതിർത്തികൾ കൃത്യമായ അളന്ന് തിട്ടപ്പെടുത്തുക. അയൽവാസികളുടെ അതിർത്തിയിലേക്ക് കടന്നുകയറി നിർമ്മാണം നടത്തുന്നില്ലെന്ന് 100% ഉറപ്പുവരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തത്, സെറ്റ്ബാക്ക് നിയമങ്ങൾ പാലിക്കുക. അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിർത്തിയിൽ നിന്നും ബാക്കി വെക്കേണ്ട നിശ്ചിത അകലം, അതായത് സെറ്റ്ബാക്ക് കൃത്യമായി പാലിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, അയൽവാസികളോട് മുൻകൂട്ടി സംസാരിക്കുക. അതായത് പണി തുടങ്ങുന്ന വിവരം അയൽവാസികളെ അറിയിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അതിർത്തി മതിൽ പണിയുമ്പോഴും ഉയർന്ന ഉയരത്തിലുള്ള ഭിത്തികൾ കെട്ടുമ്പോഴും അവരുടെ ആശങ്കകൾ കൂടി കേൾക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നാലാമത്തത്, നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുമ്പോൾ, അതായത് മെറ്റീരിയൽ സ്റ്റോറേജ്, മണ്ണ്, കല്ല്, മണൽ, കമ്പി തുടങ്ങിയ സാമഗ്രികൾ അയൽവാസിയുടെ പറമ്പിലേക്കോ പൊതുവഴിയിലേക്കോ കടന്നു വീഴാത്ത രീതിയിൽ സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. എന്നല്ല, സൂക്ഷിക്കണം. വഴി തടസ്സപ്പെടുത്തി നിർമ്മാണ സാമഗ്രികൾ ഇറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, മലിനജലവും മാലിന്യങ്ങളും, അതായത് ഡ്രെയിനേജ് ആൻഡ് വേസ്റ്റ്. കോൺക്രീറ്റ് വെള്ളം, കോൺക്രീറ്റ് ചെയ്യുമ്പോഴുള്ള വെള്ളമാണ്. കോൺക്രീറ്റ് കഴിഞ്ഞാലും പാത്രങ്ങളും മെഷീനൊക്കെ കഴുകുന്ന വെള്ളം. പിന്നെ അതുപോലെ പെയിന്റ് അടക്കമുള്ള രാസവസ്തുക്കൾ, അതായത് വീട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ പെയിന്റിങ് ചെയ്യും. അപ്പോൾ പെയിന്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ബാലൻസ് ഉള്ള സംഗതികളൊക്കെ അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ. മറ്റു കെട്ടിട മാലിന്യങ്ങൾ എന്നിവ അയൽവക്കത്തെ പറമ്പിലേക്കോ പൊതു ഓടയിലേക്കോ ഒഴുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴവെള്ളവും മേൽക്കൂരയിലെ വെള്ളവും അയൽവാസിയുടെ പറമ്പിലേക്ക് പതിക്കാത്ത രീതിയിൽ പാത്തി സ്ഥാപിക്കുക, അതായത് ഗട്ടർ സ്ഥാപിക്കുക. ഇനി ആറാമത്തെ കാര്യം, പൊടിയും ശബ്ദമലിനീകരണവും തടയുക. ഡസ്റ്റ് ആൻഡ് നോയിസ് കൺട്രോൾ. പണി നടക്കുമ്പോൾ പൊടി പുറത്തേക്ക് പറക്കാതിരിക്കാൻ ഷീറ്റുകൾ അല്ലെങ്കിൽ നെറ്റുകൾ ഉപയോഗിച്ച് മറക്കുക. അതിരാവിലെയും വൈകുന്നേരങ്ങളിലും ശബ്ദമുണ്ടാക്കുന്ന ജോലികൾ, ഉദാഹരണത്തിന് തറ തുളക്കൽ, കല്ലുമുറിക്കൽ എന്ന് പറഞ്ഞാൽ മാർബിൾ, ഗ്രാനൈറ്റ് അങ്ങനെയൊക്കെയുള്ള കല്ലുകളാണ് ഉദ്ദേശിക്കുന്നത്. പരമാവധി ഒഴിവാക്കും. ഇനി ഏഴാമത്തെ കാര്യം, തൊഴിലാളികളുടെ സുരക്ഷിതത്വവും പെരുമാറ്റവും. തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള താൽക്കാലിക സൗകര്യങ്ങൾ സ്വന്തം പറമ്പിൽ തന്നെ ഒരുക്കുക. അയൽവാസികളുടെ സ്വകാര്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
നിങ്ങളുടെ വീട് പണി അലോസരമില്ലാതെ സ്മൂത്തായിട്ട് നടന്നു പോകും. ആൾക്കാരെ വെറുപ്പിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മ. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനും പുതിയൊരു അറിവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ.